Any Woman. It is a poem by Catherine Tynan. About the author. Catherine Tynan is an Irish born writer known mainly for her novels and poetry. She has to her credit more than a score of novels and 7 books of verse. She usually wrote under the name Catherine Tynan Hinkson. Her human sympathy is keen, tender, warm, and constant. The poem Any Woman presents the all embracing power of a woman to hold a family together. Any Woman is a poem which consists of 6 stanzas with 4 lines, and its rhyming scheme is ABAB. The speaker of the poem is a woman or a mother. The theme of this poem is about the essential role of a woman in holding a family and home together. I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. ഞാനാണ് ആർക്കിൻ്റെ മൂലകല്ല്. എന്നെ മാറ്റിക്കളഞ്ഞാൽ മതിലുകൾ ഇടിയും, മേൽക്കുര തകരും, അവ വീണ് എന്നെ മുഴുവനായി നശിപ്പിക്കും എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ആർച്ചിൻ്റെ മെയിൻ സ്റ്റോണിനെയാണ് നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയാം. ആ കീ സ്റ്റോണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആർച്ച് മുഴുവനായിട്ട് തകർന്നു വീഴും. അതുപോലെ ഒരു വീടിൻ്റെ കീ സ്റ്റോണാണ് അമ്മ എന്നും, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വീട് ഒന്നാകെ നശിക്കും എന്നും കൂടിയാണ് ഈ വരികളിലൂടെ പറയുന്നത്. അമ്മയുടെ മൂല്യത്തിനെ കുറിച്ച് പറയുന്ന വരികളാണ് ആദ്യത്തെ സ്റ്റാൻസിയിലുള്ളത്. അതിൽ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, അതുപോലെ ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ, ഇത് രണ്ടും മെറ്റഫറിന് എക്സാമ്പിളാണ്. അതുപോലെ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി, അത് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളുമാണ്. ഐ ആം ദ ഫയർ അപ്പോൺ ദി ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദി എർത്ത് വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. അടുപ്പിലെ തീയാണു ഞാൻ, സൂര്യൻ്റെ പ്രകാശത്തേക്കാൾ ഭൂമിയെ ചൂടാക്കുന്ന തീയാണു ഞാൻ. ഞാനില്ലെങ്കിൽ ഭൂമി തണുത്തൊരു കല്ലുപോലെ ആയേനെ എന്നാണ് ഈ വരികളിലൂടെ പോയിട്ട് പറയുന്നത്. ഈ സ്റ്റാൻസയിലെ ആദ്യത്തെ 3 സെൻറ്റൻസുകളും ഐ ആം എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആനഫോറയ്ക്ക് എക്സാമ്പിളാണ്. പിന്നെ ഐ ആം ദ ഫയർ അപ്പോൺ ദി ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദി എർത്ത്, ഇത് 3ഉം മെറ്റഫറിന് എക്സാമ്പിളാണ്. പിന്നെ വിച്ച് എൽസ് വർ കോൾഡർ ദാൻ എ സ്റ്റോൺ എന്ന് പറയുന്ന സെൻറ്റൻസ് പേഴ്സോണിഫിക്കേഷനും എക്സാമ്പിളാണ്. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദിയർ ഹാൻഡ്സ്, ഐ ആം ദിയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. എൻ്റെ കുട്ടികൾ എന്നിൽ നിന്നുമാണ് അവരുടെ ചൂട് സംഭരിക്കുന്നത്, അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാൻ. ഞാനില്ലാതെ അടുപ്പ് തണുത്തുകിടക്കും, കുട്ടികൾ ശരിയായി വളരുകയില്ല എന്നതാണ് ഈ സ്റ്റാൻസയുടെ മീനിങ്. അമ്മയുടെയും കുട്ടികളുടെയും തമ്മിലുള്ള ബോണ്ടിനെ കുറിച്ച് പറയുന്ന വരികളാണ് ഈ സ്റ്റാൻസയിലുള്ളത്. ഐ ആം ദിയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ് എന്ന് പറയുന്നത് മെറ്റഫറിന് എക്സാമ്പിളാണ്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. I am the twist that holds together the children in its sacred ring, their note of love from whose close tether no lost child goes a wandering. കുടുംബത്തിൻ്റെ സ്നേഹവലയത്തിൽ കുട്ടികളെ ഞാൻ നിർത്തുന്നു, സ്നേഹത്തിൻ്റെ കെട്ടുകൾ കൊണ്ട് ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ആ കെട്ടുകൾ പൊട്ടിച്ച് കുട്ടികൾ ഒരിക്കലും അലഞ്ഞു തിരിയുകയില്ല എന്നതാണ് ഈ സ്റ്റാൻസയുടെ മീനിങ്. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ എന്ന് പറയുന്നത് ആലിട്രേഷനും അതുപോലെ മെറ്റഫറിനും എക്സാമ്പിളാണ്. ദിയർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ എന്ന് പറയുന്നത് മെറ്റഫറിന് എക്സാമ്പിളാണ്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ്, റാപ്പ് ആൻഡ് വൂഫ്, ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദിയർ ബെഡ്. വീടിൻ്റെ അടി മുതൽ മുകൾ വരെ ഞാനാണ്, ഞാനാണ് മതിലുകളും ബോർഡുകളും, ഞാനാണ് കർട്ടൻ തുറക്കുന്നതും അടയ്ക്കുന്നതും, കുട്ടികളുടെ കിടക്ക ശരിയാക്കുന്നതും ഞാൻ തന്നെയാണ് എന്നാണ് അമ്മ ഈ സ്റ്റാൻസയിലൂടെ പറയുന്നത്.
I am their wall against all danger, their door against the wind and snow. Though whom a woman laid in a manger, take me not till the children grow. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന മതിലാണ് ഞാൻ. ഉപദ്രവകാരികളായ കാറ്റിനെയും മഞ്ഞിനെയും ഞാൻ തടുത്തു നിർത്തുന്നു. ഈശോയെ, എൻ്റെ കുട്ടികൾ വളർന്നു വലുതാകുന്നതുവരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന അമ്മയുടെ ഈ പ്രാർത്ഥനയോടുകൂടി കവിത അവസാനിക്കുകയാണ് ചെയ്യുന്നത്. വിൻഡും സ്നോയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നത്തിനെയാണ്. എന്ത് പ്രശ്നം വന്നാലും അതിനെ എതിരെ പ്രവർത്തിക്കാനായി അമ്മ ശ്രമിക്കും എന്നുകൂടിയാണ് ഈ സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഐ ആം ദിയർ വാൾ എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ എന്ന് പറയുന്നത് മെറ്റഫറിന് എക്സാമ്പിളാണ്. ദിയർ ഡോർ എഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. പ്രകൃതിയുടെ നടത്തിപ്പിന് സൂര്യപ്രകാശത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമേൽ ഒരു കുടുംബത്തിൻ്റെ നടത്തിപ്പിന് അമ്മയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന കാതറിൻ ടൈനൻ്റെ ഒരു കവിതയാണ് എനി വിമൻ എന്ന് പറയുന്നത്. മാതൃത്വത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് ഇത്. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അമ്മയാണ് ഈ കവിതയിലെ പ്രധാന കഥാപാത്രം. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, ദൈവത്തിന് എല്ലായിടത്തും അറ്റ് എ ടൈം എത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അമ്മ എന്ന് പറഞ്ഞ ഒരു സൃഷ്ടിയെ നിർമ്മിച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ ആ ഒരു ചൊല്ല് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കവിത കൂടിയാണ് എനി വുമൺ എന്ന് പറയുന്നത്. കാതറിൻ ടൈനൻ ഹാസ് സക്സീഡഡ് to portray the finest picture of mother's love through the poem Any Women.